ഹരേ കൃഷ്ണ. രാധേ രാധേ. പൂന്താനം തിരുമേനിയുടെ ഇല്ലത്തമ്മയെ സഹായിക്കുവാനായി ഒരു നാരായണി അമ്മയുണ്ടായിരുന്നു. സദാസമയവും ഉണ്ണിക്കണ്ണൻ്റെ നാമം ജപിച്ചുകൊണ്ട് പണികളെല്ലാം തീർത്തിരുന്ന പാവം അമ്മ. പൂജാവിധികളൊന്നും അമ്മയ്ക്കറിയില്ല. പൂന്താനം തിരുമേനി നാമം ചൊല്ലുന്നതും പാരായണം ചെയ്യുന്നതും എല്ലാം കണ്ടും കേട്ടും അമ്മ ഉണ്ണിക്കണ്ണൻ്റെ പരമഭക്തയായി മാറിയിരുന്നു. ഒരു ദിവസം തിരുമേനിക്ക് ഉണ്ണിക്കണ്ണൻ്റെ ഒരു സ്വപ്ന ദർശനമുണ്ടാവുന്നു. തിരുമേനിയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനായി ഉണ്ണിക്കണ്ണൻ വരുന്നു എന്ന്. സന്തോഷത്താൽ തിരുമേനി അത് ഇല്ലത്തമ്മയോടും നാരായണിയോടും അറിയിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ നാരായണി അമ്മ തിരുമേനിയോട് അപേക്ഷിക്കുകയാണ്, ഞാനും ഉണ്ണിക്കണ്ണൻ്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് വരട്ടെ തിരുമേനി. ഇതെല്ലാം കേട്ട് തിരുമേനി കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം തന്നെ ഉണ്ണിക്കണ്ണൻ തിരുമേനിയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവാൻ രഥവുമായെത്തി. തിരുമേനിയുടെ കൈ പിടിച്ച് ഉണ്ണിക്കണ്ണൻ രഥത്തിലേക്ക് കയറ്റുമ്പോൾ നാരായണിയമ്മ ഓടി വന്ന് ഉണ്ണിക്കണ്ണനോട് തന്നെയും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് നാരായണി അമ്മയുടെ കരം ഗ്രഹിച്ച് രഥത്തിലേക്ക് കയറ്റുന്നു. ഇല്ലത്തമ്മയ്ക്ക് പോകുവാനും സാധിക്കുന്നില്ല. നാരായണി അമ്മയുടെ ഉറച്ച ഭക്തിയും വിശ്വാസവും ഒന്നു മാത്രമാണ് ഉണ്ണിക്കണ്ണനെ ആകൃഷ്ടനാക്കിയത്. ഉണ്ണിക്കണ്ണന് നമ്മുടെ നിസ്വാർത്ഥമായ ഭക്തി മാത്രം മതി. ഉണ്ണിക്കണ്ണൻ നമുക്ക് മോക്ഷം നൽകുവാനായി സദാ തയ്യാറാണ്. ഉണ്ണിക്കണ്ണനെ ഉറക്കെ നാമം ജപിക്കൂ. ഉണ്ണിക്കണ്ണനെ ചേർത്തു പിടിക്കൂ. ഉണ്ണിക്കണ്ണൻ നമ്മളെ കൊണ്ടുപോകാൻ തയ്യാർ. ഹരേ കൃഷ്ണ. രാധേ രാധേ.